Hi everyone. So today I'll be dealing with right angles and circles. A circle is nothing but collection of points. Collection of points which are equidistant from each other and also have a fixed point. This is a circle. So let's know some important components in circle, that is the diameter, which is actually a line that passes through the center of the circle. Then we have chords. The diameter of the circle actually divides the circle into two halves. We call it as semicircles. These are semicircles. So these are the little ideas we need to know about circles. Now let's move on to our main topic. So I am considering a circle with center O, and I am drawing a diameter. Let's mark it AB. And then I am extending this A to a point on the semicircle. Note that I'm just taking the one half, that is one semicircle, only this portion. So I'm joining this A to a point here and then joining this point to B and marking this point as P. Now we need to prove that this point P is right angle or it is 90 degree. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളൊരു സർക്കിൾ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒരു ഡയമീറ്റർ വരച്ചു, അതാണ് എ ബി. എന്നിട്ട് നമ്മൾ എന്നും ബിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊരു പോയിൻ്റ് എടുത്തു, അത് ഈ സെമി സർക്കിളിലാണ്. അപ്പോൾ ആ പോയിൻ്റാണ് പി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പോയിൻ്റ് പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതാണ് നമ്മൾ പ്രൂഫ്. അപ്പോൾ നമ്മൾ പ്രൂഫിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പ്രൂഫ്. ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പോയിൻ്റ് പിന്ന് ഓയിലേക്ക് ജോയിൻ ചെയ്യണം. വി ഹാവ് ജോയിൻഡ് ഫ്രം പോയിൻ്റ് പി ടു ദി സെൻറ്റർ ഒ പി. നൗ വി നീഡ് ടു പ്രൂവ്. സോ വി ഹാവ് two triangles here. We have got two triangles. So I'm considering the first triangle. Triangle AOP. I'm considering this triangle. So as we know, O എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റേഡിയസ് ആണ്. ഒ പി എന്ന് പറഞ്ഞാലോ ഒരു റേഡിയസാണ്. അപ്പം ദീസ് ടു റേഡിയസസ് വിൽ ബി ഈക്വൽ. വി ക്യാൻ റൈറ്റ് ഒ എ ഈസ് ഈക്വൽ ടു ഒ പി റേഡിയൈ. ഇഫ് ടു lines are equal, correspondingly their angles will be equal. അപ്പം ഞാൻ ഈ ആംഗിൾസിനെ എക്സ് ആയിട്ട് എടുക്കുകയാണ്. രണ്ട് ലൈൻസ് ഈക്വൽ ആണെന്ന് മനസ്സിലായാൽ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എന്താക്കാം, ഇവിടെ മാർക്ക് ചെയ്യാം, ഇത് രണ്ടും എക്സ് ആണ്. അപ്പം ദെൻ വി ഹാവ് ഗോട്ട് ദിസ് ആസ് എക്സ്. നമ്മൾ രണ്ട് ലൈൻസ് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. Hence we can say that triangle AOP is isosceles triangle. രണ്ട് സൈഡ്സ് മാത്രമേ ഈക്വൽ ആണെങ്കിൽ അതിന് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടി. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ POB എടുക്കണം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ OB മാത്രം കൺസിഡർ ചെയ്യാം. അതൊരു റേഡിയസാണ്. OP അതും ഒരു റേഡിയസാണ്. അപ്പോൾ OB ഈസ് ഈക്വൽ ടു OP. ദേ ആർ റേഡിയൈ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഒരേപോലെ ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, രണ്ട് ലൈൻസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ്ലി രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നമുക്ക് മാർക്ക് ചെയ്യാം, ഇത് ആംഗിൾ വൈ, രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇതും വൈ. അപ്പം ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. നൗ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് triangle POB is isosceles triangle. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, കൺസിഡർ ദിസ് ഹോൾ ട്രയാങ്കിൾ. നമ്മൾ ട്രയാങ്കിൾ APB കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി നോ ദാറ്റ് സം ഓഫ് ഓൾ ആംഗിൾസ് അത് എത്രയാണ്, 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ഓൾ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി. അപ്പം നമ്മൾ എല്ലാ ആംഗിൾസ് എടുക്കുകയാണ്. ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ പ്ലസ് ആംഗിൾ വൈ ഇസ് ഈക്വൽ ടു 180. അപ്പം ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ എന്ന് വെച്ചാൽ ട്വൈസ് ആണ്. അപ്പോൾ 2 ആംഗിൾ എക്സ് പ്ലസ് 2 ആംഗിൾ വൈ ഇസ് ഈക്വൽ ടു 180.
ഇനി 2 ഞാൻ എടുക്കുകയാണ് പുറത്തേക്ക്. ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ ഇസ് ഈക്വൽ ടു 180. ഇനി ഞാൻ ഈ 2 ഇങ്ങോട്ടേക്ക് എടുക്കണം. അപ്പോൾ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ ഈക്വൽ ടു 180/2 വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ ഈക്വൽ ടു 90 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ എന്താണെന്ന് അറിയണം. അപ്പോൾ ഈ ഫിഗർ എടുത്ത് നോക്കുക. ഇവിടെ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ, ആംഗിൾ എക്സ് ആണ്, ആംഗിൾ വൈ ആണ്. ഇത് രണ്ട് കൂടി ആഡ് ചെയ്താൽ നമുക്ക് 90 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ, അതായത് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, which tells therefore triangle APB is a right angle triangle. ഈ ഒരു പ്രൂഫ് നമുക്ക് മനസ്സിലായി. വി ഗെറ്റ് ടു നോ ദാറ്റ് സർക്കിളിലുള്ള ഒരു ഭാഗം, അതായത് ഒരു സെമി സർക്കിളിൽ എനി പോയിന്റ് ഉണ്ടെങ്കിൽ, ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും 90 ഡിഗ്രിയാണ്. അതാണ് നമുക്ക് ഈ പ്രൂഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു നോട്ടാണ്. നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുക്കുകയാണ്, ഒരു സർക്കിൾ. എന്നിട്ട് ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ലൈൻസ് എടുക്കാം. അപ്പം ഇത് സെൻറ്ററാണ്. അപ്പം ഈ ലൈൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ വിൽ പാസ് ത്രൂ ദി ഡയമീറ്റർ ഓൺലി. 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് എടുത്താൽ അത് എപ്പോഴും ഡയമീറ്റർ പാസ് ചെയ്യും. പിന്നെ അവരുടെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇവിടെ ഞാനൊരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻ എടുത്താണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി പാസ് ത്രൂ ദി ഡയമീറ്റർ, എൻഡ്സ് ഓഫ് ദി ഡയമീറ്റർ. അപ്പം ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നതും 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ നമ്മളത് ഒരു ഡയമീറ്റർ ഉണ്ട്, എ ബി, സെൻറ്റർ ഓ. അപ്പം എപ്പോഴും എനി പോയിൻ്റ് ഓൺ ദി സെമി സർക്കിൾ, എനി പോയിൻ്റ് എവിടെയാണെങ്കിലും ആ പോയിൻ്റ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ. അത് താഴെ ആയാലും ഈ സെമി സർക്കിൾ, താഴത്തെ സെമി സർക്കിൾ നോക്കുകയാണെങ്കിലും എന്തായിരിക്കും? പോയിൻ്റ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് സർക്കിൾസിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഇനി ഒരു ചെറിയ പോർഷനും കൂടിയുണ്ട്, അതും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ത്രൂ ഔട്ട് ദ ചാപ്റ്റർ വേണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഞാനൊരു ട്രയാങ്കിൾ എടുത്തു. ഓക്കെ, അപ്പം സപ്പോസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി, ഈ ആംഗിൾ ഒരു 70 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്ര വരിക? 60. സം ഓഫ് ദി ആംഗിൾസ് വിൽ ബി ഈക്വൽ ടു 180. അപ്പം നമുക്കത് കിട്ടി. ഇനി ഞാൻ ഈ ഒരു പോർഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അങ്ങനെ ചെയ്താൽ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ ഈ ഒരു ആംഗിൾ സെറ്റ് ആയിട്ട് എടുക്കണം. അപ്പം ഈ ആംഗിൾ ഞാൻ സെറ്റ് ആയിട്ട് എടുത്തു. നമുക്കറിയാം 60 ഡിഗ്രി പ്ലസ് സെറ്റ് ഈക്വൽ ടു 180. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, അപ്പം ഇതൊരു ലൈനാണ്. ഈ ലൈന് കട്ട് ചെയ്തിട്ട് ഇത് 60ഉം ഇത് സെഡും ആണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 60 പ്ലസ് സെറ്റ് ഈക്വൽ ടു 180. അപ്പോൾ നമുക്ക് സെറ്റ് എന്തായിട്ട് കിട്ടും? സെറ്റ് ഈക്വൽ ടു 120 ആണല്ലോ. 180 മൈനസ് 60 എന്ന് പറയുന്നത് 120 ആണ്. അപ്പം ഈ ആംഗിൾ നമുക്കിവിടെ 120 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് ആംഗിളും ഞാൻ എക്സും വൈ ആയിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ നമുക്ക് എന്താ കിട്ടുക? അതായത് 70 പ്ലസ് 50 നമുക്ക് എന്താ കിട്ടുക? 120. അപ്പോൾ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ നമുക്ക് 120 കിട്ടും. ഈ ആംഗിളോ നമുക്ക് 120 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ചെറുതായിട്ടൊരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? So from this we can understand that sum of opposite internal angles equal to external angle. External angle എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്പോസിറ്റ് എന്ന വേർഡ് മിസ്സായി പോയിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോട്ട് ചെയ്യണേ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് ഒരു സർക്കിൾ എടുക്കുകയാണ്. വിത്ത് ഡയമീറ്റർ എ ബി, വിത്ത് സെൻറ്റർ ഒ ആൻഡ് ഡയമീറ്റർ എ ബി. എന്നിട്ട് ഞാൻ ഒരു പോയിൻ്റ് പി ഔട്ട്സൈഡ് ഉണ്ട്, അവിടേക്ക് എ എക്സ്റ്റെൻഡ് ചെയ്തു.
എന്നിട്ട് ബി ആയിട്ട് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ആംഗിൾ പി, വി നീഡ് ടു ചെക്ക് വെദർ ആംഗിൾ പി ഈസ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഇതാണ് നമ്മുടെ അടുത്ത പ്രൂഫ്. അപ്പം ഇത് നമുക്ക് ചെക്ക് ചെയ്യണം വെദർ ദിസ് ആംഗിൾ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഇറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഇതാണ് നമ്മുടെ അടുത്ത പ്രൂഫ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി ടോപ്പിക്കിലേക്ക് എടുക്കാം. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിൾ പി ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇവിടെ ഇതൊരു പോയിൻ്റാണ്, ഇത് ഞാൻ ഡി ആയിട്ട് എടുക്കുകയാണ്, എന്നിട്ട് ബി ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, കാരണം ഡി ഈസ് എ പോയിന്റ് ഓൺ ദി സെമി സർക്കിൾ. സോ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് പ്രൂഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഡി പി ബി എടുക്കുകയാണ്, കൺസിഡറിങ് ട്രയാങ്കിൾ ഡി പി ബി. അപ്പം ഡി പി ബിയിൽ ഡി 90 ഡിഗ്രിയാണ്, ഈ ബി ഒരു ആംഗിളാണ്, നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആ എക്സ്റ്റേണൽ ആംഗിൾ പ്രോപ്പർട്ടി അതിവിടെ യൂസ് ചെയ്യണം. അപ്പം ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്, ഇത് രണ്ടും ഇൻറ്റേർണൽ ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എക്സ് ആയിട്ടും എടുക്കാം, ഇത് വൈ ആയിട്ടും എടുക്കാം. അപ്പം ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി യൂസിങ് എക്സ്റ്റേണൽ ആംഗിൾ പ്രോപ്പർട്ടി. നമുക്കറിയാം, നമ്മൾ നേരത്തെ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു. അപ്പം ഇത് നമുക്ക് അറിയാം. ഇനി ഞാൻ എക്സ് ഒന്നെങ്കിൽ അങ്ങോട്ട് എടുക്കുക അല്ലെങ്കിൽ വൈ എടുക്കാം. അപ്പം എക്സ് ഈക്വൽ ടു 90 മൈനസ് വൈ അല്ലെ വൈ ഈക്വൽ ടു 90 മൈനസ് എക്സ്, ഏതെങ്കിലും ഒന്ന് എടുക്കാം. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് എടുത്താലും നമുക്ക് മനസ്സിലാവും 90 മൈനസ് വൈ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90 ആണ്, ലെസ് ദാൻ 90 ഡിഗ്രിയാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം we can understand from this that angle, a point which is outside the circle is always less than 90. അപ്പം any point outside circle is always less than 90 ഡിഗ്രി. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നമുക്കത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ വി ഹാവ് യൂസ്ഡ് എക്സ്റ്റേണൽ പ്രോപ്പർട്ടി, ദാറ്റ് എക്സ്റ്റേണൽ ആംഗിൾ പ്രോപ്പർട്ടി, ദാറ്റ് എക്സ്റ്റേണൽ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ഇന്റേർണൽ ആംഗിൾസ്. സോ എക്സ്റ്റേണൽ ആംഗിൾ ഇസ് 90 ഡിഗ്രി ആൻഡ് വി ഹാവ് ടേക്കൺ ദ സം ഓഫ് ദി ഇന്റേർണൽ ആംഗിൾസ്, ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൈ. ഞാനിപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 90 മൈനസ് വൈ എടുത്താൽ എക്സ് ഇസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ 90. 90 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 90നേക്കാളും എന്തായാലും കുഞ്ഞ് വാല്യൂ ആയിരിക്കും എക്സിന്. അല്ലെങ്കിൽ വൈ എടുക്കുകയാണെങ്കിലും വൈയും അതേ സെയിം കേസാണ്, ഇറ്റ് വിൽ ബി ലെസ് ദാൻ 90. സോ വിച്ച് ആക്ച്വലി tells us that as these angles are less than 90, the point P, any point outside the circle will be always less than 90 degree. This is the second proof. We are taking a point inside the circle. ഒരു പോയിന്റ് സർക്കിളിൻ്റെ ഉള്ളിൽ എടുത്താൽ എന്തായിരിക്കും അതിൻ്റെ ആംഗിൾ? അത് 90നേക്കാളും കുറവായിരിക്കും അല്ലെങ്കിൽ 90നേക്കാളും കൂടുതലായിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ആ സർക്കിൾ എടുക്കാം വിത്ത് സെൻറ്റർ ഒ, ഒരു ഡയമീറ്റർ എ ബി. നമ്മൾ ഒരു പോയിന്റ് പി ഇവിടെ എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യണം വെദർ പി ഇസ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പി ഇവിടെ എടുത്തു. ഇനി നമ്മൾ ഈ പി നിന്നൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക ഒരു പോയിന്റ് ഡിയിലേക്ക്, ദാറ്റ് ഈസ് ടച്ചിങ് ദ സെമി സർക്കിൾ. ഇനി ഞാൻ ഡിന്ന് ബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ആസ് ഇറ്റ് ഇസ് ടച്ചിങ്, ഇറ്റ് ഇസ് എ പോയിന്റ് ഓൺ ദി സെമി സർക്കിൾ, ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി 90 ഡിഗ്രീനേക്കാളും കൂടുതലാണോ അതോ കുറവാണോ. നമ്മൾ ഒരു ആംഗിൾ ഇവിടെ പി എടുക്കുകയാണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പ്രൂഫ്. So consider triangle PDB. For the proof we are taking this. So now we took the triangle PDB. അപ്പോൾ for our easiness ഞാൻ ഈ ട്രയാങ്കിൾ ഒന്ന് റഫായിട്ട് ഇവിടെ വരക്കാം. അപ്പം ഇത് ഡി, ഇത് പി ആയിട്ട് എടുക്കാം, ഇത് ബി.
ഈ പി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ആസ് പി, ഇത് പീൻ്റെ ആംഗിളല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ പീൻ്റെ ആംഗിൾ ലെസ് ദാനോ ഗ്രേറ്റർ ദാൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു പി. ഇനി നമുക്ക് നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉപയോഗിക്കണം, എക്സ്റ്റേണൽ ആംഗിൾ തിയറി. അപ്പം എന്താ, ഇത് 90 ഡിഗ്രിയാണ്, ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ. അപ്പം 90 പ്ലസ് വൈ, അതായത് 90 എന്ന് പറയുന്നത് എക്സ് ആണ്, 90 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ആംഗിൾ പി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക, 90 പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആംഗിൾ പി ആണ്, ഞാൻ 90 പ്ലസ് വൈ എന്ന് എഴുതിയുള്ളൂ. അപ്പം 90 പ്ലസ് വൈ ഈക്വൽ ടു പി, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക, 90 പ്ലസ്, അപ്പം ഗ്രേറ്റർ ദാൻ 90. ദിസ് ആക്ച്വലി ടെൽസ് അസ് ഗ്രേറ്റർ ദാൻ 90. ഈ ആംഗിൾ എന്ന് പറയുന്നത് 90നേക്കാളും കൂടുതലായിരിക്കും. അപ്പം എന്താ, ആംഗിൾ പി ഇസ് ഗ്രേറ്റർ ദാൻ 90. അപ്പം എനി പോയിൻറ്റ് ഇൻസൈഡ് ദി സർക്കിൾ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ 3 പ്രൂഫ്സ് പഠിച്ചു. ആദ്യം പഠിച്ചതെന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ഓൺ ദ സെമി സർക്കിളാണ്, അതെപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ആ പോയിൻ്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ എന്ന് പറയുമ്പം ഇറ്റ് വിൽ ബി ലെസ് ദാൻ 90 ആംഗിൾസിന് എന്താ പറയുക, അക്യൂട്ട് എന്ന് പറയും. മോർ ദാൻ 90 വി സേ ഇറ്റ് ഒബ്റ്റ്യൂസ് ആംഗിൾസ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കുന്നത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് ട്രൈ ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾ 110 ആണ്, നെക്സ്റ്റ് 90 ഡിഗ്രിയാണ്, അടുത്തത് 70 ഡിഗ്രിയാണ്. അപ്പോൾ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഈ 3 ട്രയാങ്കിൾസും സർക്കിളിൻ്റെ ഉള്ളിലാണോ അല്ലെ പുറത്താണോ, അല്ലെങ്കിൽ എന്താ ജസ്റ്റ് ഇൻസൈഡ് ദി പോയിൻ്റ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഓൺ ദ സെമി സർക്കിളാണോ, അല്ലെങ്കിൽ പുറത്താണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ വി നീഡ് ടു പ്രൂവ് വെദർ ഇറ്റ് ഇസ് ഇൻസൈഡ് ഓർ ഓൺ ദ സെമി സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ. സോ ലെറ്റ്സ് കൺസിഡർ ദിസ് ട്രയാങ്കിൾ ഫസ്റ്റ്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പം വി നോ ദാറ്റ് ഒരു സെമി സർക്കിളിൽ പോയിൻ്റ് ഓൺ ദ സെമി സർക്കിൾ ഇസ് ഓൾവേസ് 90 ഡിഗ്രി. അപ്പം ഞാൻ ഇതൊരു സർക്കിളായിട്ട് കണക്കാക്കുകയാണെങ്കിൽ, ദിസ് വിൽ ബി ഓൺ ദി സെമി സർക്കിൾ, ദിസ് പോയിൻ്റ് വിൽ ബി ഓൺ ദി സെമി സർക്കിൾ ആസ് ഇറ്റ് ഇസ് 90 ഡിഗ്രി. വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. അപ്പം we have understood this is 90 degree definitely, so it is on the semicircle. Now അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത് 110, this will be inside the circle, inside the circle. അപ്പം നമ്മൾക്ക് നേരത്തെ പ്രൂഫ് മനസ്സിലായി. ഇനി പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ ആണെങ്കിൽ angle will be greater than 90 degree. So 110 is greater than 90 degree, so this point is inside the circle. ഇനി ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 70 is less than 90 degree, so it is outside the circle. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ പ്രോബ്ലമിൽ. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. So this is the second question in your textbook. For each diagonal of the quadrilateral, check whether other corners are inside or outside the circle with that diagonal diameter. അപ്പം ഒരു ഡയഗണൽ ഡയമീറ്റർ ആയിട്ട് വേണം. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാണ്. ആൻസർ ഇങ്ങനെയാണ്. നമ്മളൊരു ഡയഗണൽ ഡയമീറ്റർ എടുത്തിട്ടുണ്ട്. നൗ വി നീഡ് ടു ഫൈൻഡ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെദർ ദീസ് ആംഗിൾസ് ആർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദി സർക്കിൾ. അപ്പം ഒരു സർക്കിൾ വരയ്ക്കുമ്പം ഈ ആംഗിൾസ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുമോ അല്ലെ വെദർ ഇറ്റ് ഇസ് ഔട്ട്സൈഡ്, പുറത്താണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ആംഗിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. 105 ഡിഗ്രി ആംഗിൾ. ഈ ആംഗിൾ 90നേക്കാളും ഗ്രേറ്റർ ആണ്. ദിസ് ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ 90. എനി ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഒരു സർക്കിളിൽ, ഇതിപ്പോൾ ഒരു സർക്കിളായി കാണുകയാണ്. അപ്പം എനി ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ആംഗിൾ വിൽ ബി ഇൻസൈഡ് ദി സർക്കിൾ. അപ്പം 90യിലേക്കാളും കൂടുതലുള്ള ആംഗിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആംഗിൾ എന്താ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരിക.
ഇനി 110 എടുക്കുകയാണെങ്കിലോ 110 is also greater than 90 degree. അപ്പം that will also be inside the circle. സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതും വരിക. കാരണം എന്താ 90നേക്കാളും കൂടുതലാണ്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ് എനി ആംഗിൾ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ അകത്ത് വരും, അല്ലെങ്കിൽ ലെസ് ദാൻ 90 ആണെങ്കിൽ പുറത്ത് വരും. അതാണ്. ഇനി നമ്മൾ ഈ 55 നോക്കുക. ജസ്റ്റ് കൺസിഡറിങ് ഇത് ഒരു ഡയമീറ്ററായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു സെമി സർക്കിൾ എടുക്കുകയാണ്. ഈ ഒരു സെമി സർക്കിൾ എടുക്കുകയാണെങ്കിൽ അതെന്താവും, ഇങ്ങനെയാണ് വരിക, ഇവിടെ ആയിരിക്കും വരിക. അപ്പം 55 നമ്മൾ 55 ആംഗിൾ എടുക്കാം. 55 എന്ന് പറയുമ്പോൾ എന്താ, ലെസ് ദാൻ 90 ആണ്. അപ്പം ആംഗിൾ വിച്ച് ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി വിൽ ബി ഓൾവേസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. സോ ഇതാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ നമുക്ക് തന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ കൊണ്ട് ഒരു സർക്കിൾ, ഒരു ലാർജ് സർക്കിൾ ഇസ് ഡ്രോൺ ആൻഡ് റേഡിയസ്, അതായത് ഹാഫ് ഓഫ് ദ ഡയമീറ്റർ കൊണ്ട് നമ്മളൊരു സ്മോൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പം ആ ഹാഫ് റേഡിയസ് എന്ന് പറയുന്നത് ഈ സ്മോൾ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. സോ നൗ വി നീഡ് ടു പ്രൂവ് ദാറ്റ് എനി കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ ത്രൂ ദ പോയിന്റ് വെയർ ദി സർക്കിൾ മീറ്റ്സ് ഇസ് ബൈസെക്റ്റഡ് ബൈ ദി സ്മോൾ സർക്കിൾ. ദിസ് ഇസ് വാട്ട് വി നീഡ് ടു പ്രൂവ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൂഫ്. സോ ആൻസർ, അതിന് മുമ്പ് ലെറ്റ്സ് മാർക്ക് സം പോയിന്റ്സ്. ഐ എം ടേക്കിംഗ് ദിസ് പോയിന്റ് ആസ് എ, this point as B, and this is D. And what is the main point we need to know is that, first let's connect this one. This is 90 degree. Apam a point on the semicircle will be 90 degree. Then this point as C. Now I'm just drawing from C to O, extending it. So this also will be a this angle also will be 90 degree, as ഈ ലൈൻ എന്ന് പറയുന്നത് ഈ സർക്കിളിലേക്കാണ് ടച്ച് ചെയ്യുന്നത്. അപ്പം ദിസ് ഇസ് എ സർക്കിൾ, സർക്കിളിൻ്റെ ഒരു സെമി സർക്കിളാണിത്. ആൻഡ് ദിസ് ലൈൻ ഇസ് ടച്ചിങ് ഓൺ ദി പോയിന്റ് ഓൺ ദി സെമി സർക്കിൾ. സോ ദിസ് ഓൾസോ വിൽ ബി 90 degree. Before moving to the proof, we know what to prove. We need to know that the point where the circle meet is bisected by the small circle. So we need to prove that, but we should also know that from this proving we need to know that C is the midpoint of AD. Nan nammal kandupidikkanathu, but through this namakku manasilavanam C is the midpoint of AD. appo adhe nammal kandupidikkanennu parnal we are checking whether OC is parallel to BD. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെക്കിങ്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാണ് വെദർ OC is parallel to BD. So one thing we can get to know from this diagram is that OC and BD, ഈ OCയും BDയും is cut by AD. AD OCയും BDയും കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഡയഗ്രാമിൽ മനസ്സിലാക്കാൻ പറ്റും. സോ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം AD ഈസ് ട്രാൻസ്വേഴ്സൽ. സോ OC and BD is cut by AD. So AD is transversal. So the corresponding angles, angle ACO and angle ADB, രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. രണ്ടും 90 ഡിഗ്രിയാണ്. ഇപ്പം ആ ചെറിയ സർക്കിളിൽ ഒരു സെമി സർക്കിൾ എടുത്താൽ സെമി സർക്കിളിൽ വരുന്ന ഒരു പോയിൻ്റാണ് സി. അപ്പോൾ അത് 90 ഡിഗ്രിയാണ്. വലിയ സർക്കിളിൽ വരുന്ന ഒരു സെമി സർക്കിളിലെ ഒരു പോയിൻ്റാണ് ഡി, അതും 90 ഡിഗ്രിയാണ്. അപ്പം ദീസ് ബോത്ത് ആംഗിൾസ് വിൽ ബി ഈക്വൽ. Therefore we can conclude that what OC is parallel to BD. ഇതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ഫൗണ്ട് ദാറ്റ്. സോ നൗ വെൻ വി കൺസിഡർ ദി ട്രയാങ്കിൾ ABD or ADB, we get to know that we have already learned in our 9th grade. ഒരു ചെറിയൊരു ടോപ്പിക് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് എ ലൈൻ സെഗ്മെൻറ്റ് ഡ്രോൺ ഫ്രം മിഡ് പോയിൻറ്റ്സ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ parallel to the second side passes through midpoint of third side. This is a proof we have already learned. From this proof we understand that smaller circle bisect the chord AD. അതായത് ഈ സ്മോളർ സർക്കിൾ ADനെ ബൈസെക്ട് ചെയ്യും. അപ്പം ബൈസെക്ട് ചെയ്യുകയാണെങ്കിലോ C is the midpoint which we need to prove. So C is the midpoint of AD and we have proved that the point where the circle meets is bisected by the smaller circle. That's it.